അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു ഫുൾ ഒട്ടകത്തിനെ ചുടാനുള്ള പരിപാടിയാണ് അല്ലേ? എന്താ ചോദിച്ചാൽ അപ്പോൾ നമ്മൾ ഒട്ടകത്തിനെ വാങ്ങിട്ട് വന്നിട്ടുണ്ട്. എന്താ പറയുക, ഒരു കുഞ്ഞൊട്ടകം വേണ്ട, അത്ര വലുതല്ല, ഒരു 2 വയസ്സ് മാത്രം പ്രായമുള്ളൊരു ഒട്ടകമാണ്. ഒട്ടകം ഒരുപാട് വലുതാണെങ്കിൽ ചിലപ്പോൾ അത് വേറെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല നോക്കി സെലക്ട് ചെയ്ത് വാങ്ങിട്ട് വന്ന ഒരു ഒട്ടകമാണ്. അപ്പോൾ ഇതിന് നമ്മളൊന്ന് ഫുള്ളായിട്ട് കുഴിയിലിറക്കി ചുടാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ നല്ല വൃത്തിയായി ക്ലീൻ ചേർക്കണം. അപ്പോൾ ക്ലീൻ ചെയ്യുന്നതിന് മുന്നുണ്ടല്ലോ, നമ്മൾ കുഴിയെടുത്തത് ആ കുഴി കെട്ടി ചെയ്ത് ആ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരുമ്പോഴേക്കും നമുക്ക് നല്ല സുന്ദരമായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ആ കുഴിയൊക്കെ ഒന്ന് കണ്ടു വരും, അപ്പോഴേക്കും ഞങ്ങളത് കഴുകി വെക്കാം അല്ലേ? നല്ല വൃത്തിയായി കഴുകി റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ഇവിടെയാണ് കുഴിയെടുക്കാൻ വേണ്ടി പോകണം, നമ്മുടെ ഒട്ടകത്തിന് ചൂടാനായിട്ട്. അപ്പോൾ നമ്മൾ കുഴിയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത്തിരി വലിയ കുഴി വേണം, കാരണം നമുക്ക് ഒട്ടകത്തിന് നീളത്തിൽ ഒന്നായിട്ട് ഇങ്ങനെ ഇറക്കാനുള്ള സംഭവമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് അങ്ങനെ നമുക്ക് കുഴിയെടുക്കാം. ഇത് അടിപൊളിയാണ്, നല്ല മണല്. ഇത് മണലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല അല്ലേ? നമ്മളന്നേരം കുഴി കുത്തി പകുതി മുക്കാലാക്കിട്ട് പോയതാണ്. ഇവിടെ മണലായതുകൊണ്ടേ 2 സൈഡും മൊത്തം ഇടിഞ്ഞു. നമ്മൾ അളവൊക്കെ എടുത്ത് കുത്തിയതാണ്, പക്ഷെ 2 സൈഡ് ഒടിഞ്ഞു. ഇപ്പൊ നമ്മൾ വെള്ളമൊക്കെ നനച്ചിട്ടാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തായാലും വിടില്ല, ഇത് മുഴുവൻ നമ്മൾ കുത്തി എടുത്ത് ഇതൊരു ഒട്ടകത്തിന് നമ്മൾ ചുട്ടിട്ടേ നമ്മൾ പോകുള്ളൂ. അത് നമ്മൾ കുഴി ഏകദേശം കെട്ടിക്കഴിഞ്ഞ് നമ്മളിനി പരിക്കനിട്ട് കല്ല് കെട്ടാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മുടെ കുഴിയുടെ അവസാന മിനുക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2-3 ദിവസത്തെ പരിപാടി ആയിട്ടത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ തീർച്ചയായും ഒരു ലൈക്ക് എന്തായാലും അടിക്കണം കേട്ടാ. അപ്പോൾ നമ്മൾ ഒട്ടകത്തിന് നല്ല അടിപൊളിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഈ വിറകൻ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ പ്രോപ്പർട്ടിൻ്റെ ഓണം നിൽക്കാനാണ്. വേനിക്കാം, ഇതാണ് നമ്മുടെ ഷാനവാസ്ക്കാണ് നമുക്ക് ഇവിടെ കുഴി കുത്താനും അതുപോലെ തന്നെ ഈ വിറകൻ സാധനങ്ങളൊക്കെ തന്നത്. ഇതാണ് പുള്ളിൻ്റെ ബിസിനസ്. കരിയാണ് മെയിൻ ബിസിനസ് കേട്ടോ. 9 ബോൾ എന്ന് പറയുന്ന ഈ കരി ഇത് നമുക്ക് കടയിലൊക്കെ കിട്ടും. അതൊക്കെ കണ്ടാൽ വാങ്ങിച്ചോളാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടുപ്പ് കത്തിക്കാൻ വേണ്ടി പോവാണ്. ഇത് കരി കത്തിക്കുന്ന ഒരു സാധനമാണത്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ കത്തിക്കുന്നത്. ഇതാ പെട്ടെന്ന് പിടിക്കും. കുറച്ച് വിറകൊക്കെ വെച്ച് കൊടുത്താൽ പിടിച്ചോളൂ. പിടിക്കട്ടെ, നമുക്ക് മോളിൽ കയറില്ലെങ്കിൽ ഞാനും കൂടെ ഇപ്പൊ കത്തും. അവിടെ തീ നല്ല സൂപ്പറായിട്ട് കത്തുണ്ട്. ഇങ്ങനെ പിടിക്കാത്തവരെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ അപ്പോൾ നമുക്ക് കുറച്ച് സുമാക്ക്, നമ്മളിവിടെ അറബിക് മസാലയാണ് ഉപയോഗിക്കുന്നത്. ഇത് കുറച്ച് സ്വീറ്റ് പെപ്പർ, നല്ല മണവും നല്ലൊരു മസാലയാണ്. നമ്മുടെ സാധാരണ കുരുമുളക് പൊടി ഇത് കുറച്ച് കൂടുതലിരിക്കട്ടെ. കാശ്മീരി ചില്ലി, മല്ലി പൊടിച്ചാണ് നമ്മൾ. ഗാർലിക് പൗഡർ, പാകത്തിന് ഉപ്പ്. ഇവിടുത്തെ ഉപ്പിന് ഭയങ്കര കാഠിന്യമാണ്, ശ്രദ്ധിച്ച് വേണം ഇവിടേക്ക്. ഇനി നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കണം. കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനെ. എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് പിന്നെ ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനൽ നമുക്ക് കുറച്ച് കുങ്കുമപ്പൂ. ഇതൊരു സംഭവമാണ്, അറബികളുടെ
മെയിൻ സാധനമാണിത്. ഇതിടാണ്ട് പോയാൽ നമ്മൾ ചിലപ്പോൾ ഇവർ കണ്ട നമ്മളെ ചീത്ത വിളിക്കും. അപ്പോൾ നമുക്ക് മസാല തേക്കാം. എന്താ അത് മസാല? നമ്മുടെ ഒട്ടകം തിളങ്ങണോ ഇല്ലേ? നമ്മൾ വാരിയിട്ടതിലൊക്കെ നല്ല മസാലയാണ്. നല്ല മണമല്ലേ ഈ മസാല? അങ്ങനെ നമ്മൾ നല്ലപോലെ മസാലയൊക്കെ തേച്ചിട്ടുണ്ട്. നമുക്കിത് കുറച്ച് നേരം റെസ്റ്റിൽ വെക്കണം. സാധനത്തിന് റെസ്റ്റിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതിൻ്റെ കുഴിയിലിറക്കാൻ. അടിപൊളി. നമ്മൾ കുറച്ച് കരിയും കൂടെ ഇട്ട് നമ്മുടെ കനലൊന്ന് തീയൊന്ന് ശരിക്കും തെരിപ്പിക്കാം. എന്താ കനല്? നമ്മൾ വെള്ളം കുറച്ച് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്കിത് ചൂടുവെള്ളം അങ്ങനെ ഇറക്കി കുഴി വെക്കണം. പിടിച്ചോ. ഫസ്റ്റ് വെച്ച് വെള്ളം തിളയ്ക്കും. നമ്മൾ നമ്മുടെ ഒട്ടകത്തിനെ കുഴിയിലിറക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ ഇവിടെ മാത്രം വെയിറ്റ് കൂടിയാ. അതൊക്കെ കറക്റ്റ് സ്പേസ് ആയിരിക്കും. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം പോണെങ്കിൽ. അടിപൊളി കേട്ടോ. ഇനി നമുക്ക് ഫോയിൽ പേപ്പർ എന്നിട്ട് കവർ ഇതിൻ്റെ കൂടെ പുറത്തു പോയത്. ഒരു പുതപ്പ് കൂടെ നമുക്ക് തിരിച്ചു കൊടുക്കാം. ഇതിൽ ഒട്ടുന്ന വെള്ളം വരരുതായി കൂടെ. ഓക്കെ, നല്ലോണം മൂടി വെക്കാതെ. അടിപൊളി. മുകളിൽ ചൂടത്താൻ തുടങ്ങിട്ടാ. ഇനി ഇത് നമ്മൾ നാളെ രാവിലെ ഇത് പൊക്കോളൂ. ഒരു 12 മണിക്കൂർ റോസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. എങ്കിലും ഇതൊക്കെ വേവുള്ളൂ. സാധനം ഇങ്ങനത്തെയാണ്. ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ അടച്ച് നല്ല അടിപൊളിയാക്കും. നമുക്കൊരു ചട്ടി വെച്ച് കുറച്ച് ചോറ് റെഡിയാക്കി, കുറച്ച് ഓയിൽ, ഉള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം, കുറച്ച് ഏലക്കായ, നല്ല അടിപൊളി ഏലക്കായ അല്ലേ, കുറച്ച് പട്ട, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ച വെള്ളം അരച്ച് കലക്കിയാണ്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇതിന്റെ മണമൊക്കെ ഒന്ന് മാറട്ടെ. വെള്ളം തിളക്കട്ടെ. അടിപൊളി തിളക്കണം. ഇത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക്, ക്യാപ്സിക്കം, തക്കാളി, നമുക്ക് അരി ഇട്ട് കൊടുക്കാം.
കുറച്ച് ഉണക്ക നാരങ്ങ, കുറച്ച് ജീരകം ചെറുത്, കുറച്ച് പെരുംജീരകം, ഇത് നമ്മൾ അടച്ചു വെക്കില്ല, ഇനി പെട്ടെന്ന് സംഗതി റെഡിയാവും. കുറച്ച് ക്രാമ്പും കൂടി ഇട്ട് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. ദമ്മിടാം. എന്തായാലും നോക്കാം. അടിപൊളിട്ടാ. സോ നമുക്ക് കുറച്ച് സാഫ്രോൺ ഇങ്ങനെ കളറിന് ഇതിങ്ങനെ ഇറങ്ങട്ടെ. അപ്പോൾ കളർ ഇങ്ങനെ ഉള്ളിൽ ചെറിയൊരു മഞ്ഞ കളറും ചുവപ്പ് കളറായി കിട്ടും. അതൊക്കൊന്ന് അടിപൊളി. ഇന്നലെ ഇല്ല ഇങ്ങനെ ഇറക്കി വെക്കാം. അങ്ങനെ നമ്മൾ 12 മണിക്കൂർ കാത്തിരിപ്പിന് ശേഷം നമ്മൾ തുറക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് നമ്മളത് അല്ലേ ക്ലോസ് ചെയ്താണ്. ഇന്നിപ്പോൾ 7 മണിയായി, 13 മണിക്കൂറായി ശരിക്കും. അപ്പോൾ നമുക്ക് ഇതെന്തായാലും തുറക്കാം. പിടിച്ചോളാം, ഇത് പിടിച്ചോ. പുതപ്പ് മെല്ലെ എന്നാ ചൂടുന്നില്ല എപ്പോഴും. ഇനി ഫോയിൽ പേപ്പർ മോനെ ഒട്ടകം പോലും മാത്രമായിരിക്കാം. മോനെ സംഗതി പൊളിച്ചു. നമ്മൾ വിചാരിച്ചാലും ഉഷാറാക്കാം. അതെ അതെ, അടിപൊളി. നമ്മൾ എങ്ങനെ ഇരിക്കും ഒട്ടവാ. നമുക്കേ ഒരല്പം ഇതിന് ലേസം കൊണ്ട് നീക്കി വെക്കാം, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് ഒട്ടകം വെന്തില്ലാന്ന് ആരും പറയാൻ പാടില്ല. നമ്മുടെ റൈസ് എടുത്ത് നമുക്ക് പ്ലേറ്റ് ചെയ്യാം. എന്താ റൈസ് നമ്മളെ നമുക്ക് ചെറിയ ഡെക്കറേഷൻ, അറബിക് ഡെക്കറേഷൻ. ഇനി നമ്മുടെ നാടൻ മല്ലിയില കുറിച്ചിട്ട കഴിഞ്ഞു. നമ്മൾ ഒട്ടകത്തിന് എന്തായാലും മുഴുവനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ പീസ് പീസായിട്ട് നമുക്ക് കിട്ടുള്ളൂ അല്ലേ. ഇതിൻ്റെ വേവ് ഒന്നും കാണാനില്ല, എല്ലാം പീസ് പീസായി. എങ്കിലും നമുക്ക് ഒന്ന് ഇതാക്കി കാണിച്ചു തരാം. അടിപൊളി. ഇതാ എല്ല് മാത്രമായി. ഇത് ഒട്ടമാണ് കേട്ടോ സംഭവം. വെന്തിട്ടില്ല പറയുന്നത് ആരും. കാലാണ് ഇതൊക്കെ അതിൻ്റെ അവശിഷ്ടങ്ങളാണ് കേട്ടോ. ഇതിന് ശരിക്കും പറഞ്ഞാൽ നടുഭാഗത്ത് ഒന്നുമില്ല, ഈ വാരിയലിൽ കുറച്ചേ ഉള്ളൂല്ലേ. അതൊക്കെ ഉരുകി ഇതിലേക്ക് വീണിരിക്കണം കേട്ടോ, ടേബിളിലേക്ക് വീണിരിക്കണം. ഇതിൻ്റെ മുതുക് ലാസ്റ്റ് ഭാഗം ഇവിടെ ഇരിക്കട്ടെ. ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് പണിയുണ്ട് ഇത് വെച്ചിട്ട്. അത് ഞങ്ങൾ കുറച്ച് സ്ഥലത്തേക്ക് വെച്ച് ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ കുറേ സുഹൃത്തുക്കളുണ്ട് അവിടെ.
ടേസ്റ്റ് നോക്കണേ. നൗഷാക്ക് ആദ്യം അഭിപ്രായം പറയുന്നുണ്ട്. ചോറ് തിന്ന് നോക്കട്ടെ. അഷ്റഫ് എങ്ങനെയുണ്ട് ചോറ്? നല്ല ചോറ്, നല്ല ചോറ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി ടേസ്റ്റ്. ഇറച്ചിയോ? ഇറച്ചി എങ്ങനെ നോക്കും? സ്പെഷ്യൽ മസാല അല്ലേ? ബാക്കി നിൽക്കുന്ന ആർക്ക് കിട്ടാത്ത സംഭവം ഞാൻ പറയേണ്ടതുകൊണ്ടാണ്. സംഗതി പൊളി, ഒരു ഒന്നൊന്നര സംഭവം. ഒട്ടകം ശരിക്കും ഞാൻ കുറേ പ്രാവശ്യം ഒട്ടകർച്ച കഴിച്ചിട്ടുണ്ട്. ഇത്രയും ബന്ധം ഞാൻ ആദ്യമായിട്ട്, ഞാൻ തന്നെ ഉണ്ടായിക്കൊണ്ട് പറയില്ല, ഇത്രയും ബന്ധം ഞാൻ ആദ്യമായിട്ട് കഴിക്കും അല്ലേ? നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് സംഭവം പൊളി. അപ്പൊ സംഭവം എങ്ങനെയുണ്ട്? എല്ലാവരും അഭിപ്രായം എങ്ങനെയുണ്ടാ? അടിപൊളി അല്ലേ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് തീർച്ചയായും വേണം, കാരണം നമ്മൾ കുഴിയൊക്കെ ഇത്രയും ബുദ്ധിമുട്ടി കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും തീർച്ചയായും ലൈക്ക് ഷെയർ നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടത്തിൽ ബെല്ലൈക്കൻ കൂടി എന്നെ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് പാർസലാക്കാനുണ്ട്. ഇത് നമ്മൾ കഴിച്ചാൽ തീരില്ല. അപ്പോൾ നമ്മളിവിടെ ഫുഡ് ATM കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കുറേ ചോറും കുറേ ഇറച്ചിയും ബാക്കിയാണ്. അപ്പോൾ നമുക്ക് പാർസൽ ചെയ്തിട്ട് നമുക്ക് അവിടെ കൊണ്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് പാർസൽ ചെയ്ത് കാണാം. ഇറച്ചിൻ്റെ കളിയാണ്.